യുവനടിയുടെ ലൈംഗിക പീഡന പരാതിയിൽ നടൻ സിദ്ദിഖിനെതിരെ പോലീസ് കേസെടുത്തു. തിരുവനന്തപുരം മ്യൂസിയം പോലീസാണ് കേസെടുത്തിരിക്കുന്നത്. ബലാത്സംഗത്തിനും ഭീഷണിപ്പെടുത്തിയതിനുമാണ് കേസെടുത്തിരിക്കുന്നത്. തിരുവനന്തപുരത്ത് നിന്ന് വിശദാംശങ്ങളുമായി ഹരികൃഷ്ണൻ ചേരുന്നു. ഹരികൃഷ്ണൻ, ഗുഡ് മോർണിംഗ്. പറയൂ വിശദാംശങ്ങൾ. ഗുഡ് മോർണിംഗ് എസ്കേൻ. ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് പിന്നാലെ വിവിധ തരത്തിലുള്ള വെളിപ്പെടുത്തലുകൾ, അതായത് ഈ സിനിമാ മേഖലയിലെ വനിതകൾ വിവിധ തരത്തിലുള്ള വെളിപ്പെടുത്തലുകൾ നടത്തിയിരുന്നു. അതിൽ ഇപ്പോൾ രണ്ടാമത്തെ കേസാണ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. ഈ കഴിഞ്ഞ ദിവസം ഈ കൊച്ചിയിൽ ഈ സംവിധായകൻ രഞ്ജിത്തിനെതിരെയും കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഈ അമ്മയുടെ താരസംഘടനയുടെ ജനറൽ സെക്രട്ടറി കൂടിയായിരുന്ന ഈ സിദ്ദിഖിനെതിരെ കേസെടുത്തിട്ടുണ്ട്. ഈ യുവനടിയുടെ ലൈംഗിക ആരോപണത്തിലാണ് അത്തരത്തിൽ കേസെടുത്തിട്ടുള്ളത്. മ്യൂസിയം പോലീസാണ് ഈ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് എന്നുള്ളതാണ്. ബലാത്സംഗത്തിനും അതേപോലെ തന്നെ ഭീഷണിപ്പെടുത്തിയതിനുമാണ് ഈ കേസെടുത്തിട്ടുള്ളത്. ഈ പഴയ നിയമപ്രകാരം IPC 506, 376 എന്നീ വകുപ്പുകൾ പ്രകാരമാണ് ഇപ്പോൾ കേസെടുത്തിട്ടുള്ളത് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഏതായാലും ഇന്നലെ തന്നെ ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ഈ യുവനടി ഇത്തരത്തിൽ DGPക്ക് ഇമെയിൽ വഴി ഈ പരാതി കൈമാറിയിരുന്നു. ഈ പരാതി ഈ ലൈംഗിക ചൂഷണം, അതായത് സിനിമാ മേഖലയിലെ ലൈംഗിക ചൂഷണം അന്വേഷിക്കുന്ന പ്രത്യേക അന്വേഷണ സംഘത്തിന് കൈമാറിയിരുന്നു. അത് പിന്നീട് ഈ മ്യൂസിയം പോലീസിന് കൈമാറുകയായിരുന്നു. ഇന്നലെ രാത്രിയിൽ തന്നെ ഈ പരാതി കൈമാറിയിട്ടുണ്ടെന്നുള്ളതാണ് മനസ്സിലാക്കിയത്. അതിനുശേഷമാണ് ഇന്ന് രാവിലെയോടെ ഈ സിദ്ദിഖിനെതിരെ കേസെടുത്തിട്ടുള്ളത് എന്നുള്ളതാണ്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ 2016 നടന്ന ഒരു സംഭവവുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ ഈ കേസ് എടുത്തിട്ടുള്ളത്. 2016 ഈ കേസിന് ആസ്പദമായ സംഭവം നടന്നിരിക്കുന്നത്. വളരെ പഴയ ആരോപണമാണ്. ഈ പോലീസിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട വെല്ലുവിളി എന്ന് പറയുന്നത് 2016 ഈ മ്യൂസിയം പോലീസ് സ്റ്റേഷന്റെ പരിധിയിലുള്ള ഈ തിരുവനന്തപുരം മസ്കറ്റ് ഹോട്ടലിൽ വെച്ചിട്ടാണ് ഈ സംഭവം നടക്കുന്നത്. അതായത് ഈ യുവനടിയെ വിളിച്ചു വരുത്തി ലൈംഗിക പീഡനം നടത്തി എന്നതാണ് ഈ യുവനടിയുടെ ആരോപണം എന്ന് പറയുന്നത്. ആ തരത്തിൽ ആ സാഹചര്യ തെളിവുകൾ, മറ്റു കാര്യങ്ങൾ, സാക്ഷികൾ അതെല്ലാം പരിശോധിക്കേണ്ടതുണ്ട് എന്നുള്ളതാണ്. ഏതായാലും ഈ തിരുവനന്തപുരം റേഞ്ച് IG കൂടിയായിട്ടുള്ള അജിതാ ബീഗം, ഈ അന്വേഷണ സംഘത്തിന്റെ ചുമതല കൂടിയുണ്ട്. അജിതാ ബീഗമാണ് ഈ കേസ് അന്വേഷിക്കുന്നത് എന്നുള്ളതാണ്. ആ സമയത്തുള്ള, അതായത് 2016 അന്ന് തിരുവനന്തപുരത്ത് ഈ നിള തിയേറ്ററിൽ പ്രിവ്യൂ ഷോ നടക്കുന്നു. അതിനുശേഷം ഈ മസ്കറ്റ് ഹോട്ടലിൽ വെച്ച് ഈ പീഡനം നടക്കുന്നു എന്നുള്ളതാണ് ഈ യുവനടിയുടെ വെളിപ്പെടുത്തൽ. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ ആരോപണം അല്ലെങ്കിൽ വെളിപ്പെടുത്തൽ വന്നിട്ടുള്ളത്. അതിനുശേഷമാണ് ഇത്തരത്തിൽ സിദ്ദിഖിനെതിരെ കേസെടുത്തിട്ടുള്ളത്. ഏതായാലും ആ സംഭവം അടക്കം അന്ന് ഈ തരത്തിൽ നിള തിയേറ്ററിലടക്കം സിദ്ദിഖ് വന്നിട്ടുണ്ടോ, തിരുവനന്തപുരം മസ്കറ്റ് ഹോട്ടലിൽ മുറിയിൽ താമസിച്ചിട്ടുണ്ടോ എന്നടക്കമുള്ള കാര്യങ്ങൾ ശേഖരിക്കേണ്ടതുണ്ട്. അത് മാത്രമല്ല സാക്ഷികൾ, മൊഴികൾ അതെല്ലാം ശേഖരിക്കേണ്ടതുണ്ട്. അത് പോലീസിനെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ വെല്ലുവിളിയാണ്, അതൊരു വലിയ കടമ്പയാണ് എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. ഏതായാലും ഈ സംഭവവുമായി ബന്ധപ്പെട്ട് നേരിട്ട് ഈ യുവനടിയുടെ മൊഴി രേഖപ്പെടുത്താനും സാധ്യതയുണ്ട്. SK. ഓക്കെ, താങ്ക് യു. ഹരികൃഷ്ണനാണ് നമുക്കൊപ്പം ചേർന്നത്.